അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത ഒരാളാണ്. എന്നാലും ഞാനത് ഒരു 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, അതായത് 80 ക്വസ്റ്റ്യനെങ്കിലും സിവിൽ സർവീസ് ആസ്പിരന്റ് ആണ് പറയുന്നത്. So guys, today is the D-Day. 3-year, 5-year LLB entrance exam day. ഒരു വക്കീലാവണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരുപാട് പേര് ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമായി എക്സാം സെൻറ്ററിൽ ഇന്ന് എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബെസ്റ്റ് വിഷസ് ടു ഓൾ. നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രീംസ് ഫുൾഫിൽ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എക്സാം സെൻറ്ററിൽ നേരിട്ട് പോവാണ്. തൃശ്ശൂർ ഒരു എക്സാം സെൻറ്ററിൽ നേരിട്ട് പോവുകയാണ്. അവിടുത്തെ എക്സാം കഴിഞ്ഞ് വന്ന കാൻഡിഡേറ്റ്സ് ആയിട്ട് സംസാരിച്ച് നമുക്ക് എക്സാമിൻ്റെ ഒരു റിവ്യൂ എടുക്കാം. സോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ നോർമലി എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന കുട്ടികളുടെ അടുത്താണ് നമ്മൾ റിവ്യൂ ചോദിക്കാറ്. പക്ഷേ ഇത്തവണ നമുക്കൊരു ചേഞ്ച് നമുക്ക് പിടിക്കാം. ഇപ്പോൾ നമുക്ക് എക്സാം എഴുതാൻ കയറുന്ന, അതായത് ഈ പ്രാവശ്യത്തെ 3 ഇയർ LLB എൻട്രൻസ് എഴുതാൻ കയറുന്ന വടക്കാഞ്ചേരിയിൽ നിന്ന് അഖിൽ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് അഖിലിൻ്റെ അടുത്ത് ചോദിക്കാം, അഖിൽ ഫോളോ ചെയ്ത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും പിന്നെ ഈ എക്സാമിനോട് കയറാൻ നിൽക്കുമ്പോൾ അഖിലിൻ്റെ മൈൻഡിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് ചോദിക്കാം. പ്രതീക്ഷയുണ്ട്, അതായത് കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ട്. നമ്മൾ കുറേ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആഷ്ലിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൻ്റെ SFI നടത്തുന്ന ആഷ്ലിയിൽ. അവരൊരു നല്ല രീതിക്ക് നമ്മളതിനെ പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മളതിനെ ടെസ്റ്റുകളാണെങ്കിലും എല്ലാം ഭയങ്കര ഇതാക്കിയിട്ടുണ്ട്. കിട്ടുമെന്നുള്ള കോൺഫിഡൻസിലാണ് ഇപ്പോൾ കയറുന്നത്. അപ്പോൾ ആഷ്ലിനിൽ പഠിച്ച ഒരു കുട്ടീനെ നമ്മൾ കണ്ടു. അതേ ആഷ്ലിനിൽ പഠിച്ച് തൃശ്ശൂർ ലോ കോളേജിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അഖിൽ ഈ പ്രിപ്പറേഷൻസ് പഠിച്ച സമയത്ത് എന്താണ് പ്രത്യേകം ചെയ്ത്, അല്ലെങ്കിൽ പ്രത്യേകം അഖിൽ സ്ട്രെസ് കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കെന്താ വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ആഷ്ലിൻ്റെ നോട്ട് തന്നെയാണ്. അവർ നല്ല നോട്ട്, പിന്നെ അവരുടെ ഗൈഡ് ഉണ്ടായിരുന്നു. ഗൈഡിനകത്ത് ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കുറേ ഉണ്ട്. അതുപോലെ തന്നെ പഠിക്കാനുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മൾ മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ തന്നെ പരമാവധി പറ്റുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഈ ആഷ്ലിന് തന്നെ കുറേ മോക്ക് ടെസ്റ്റ് അവർ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പുറത്തുനിന്നൊക്കെ പരമാവധി മോക്ക് ടെസ്റ്റുകൾ ഇതാക്കി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് അങ്ങനെയാണ് ഒന്നും കൂടി നമ്മൾ ഇതിനകത്ത് ഇതാക്കിയത്. ഓക്കെ, ഇപ്പോൾ എക്സാമിന് കയറാൻ നിൽക്കുമ്പോൾ അഖിലിൻ്റെ മൈൻഡിൽ എന്താണ് ഉള്ളത്? എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊരു നമ്മളുണ്ടാവില്ല നമ്മുടെ എക്സാം ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും മൈൻഡിലുണ്ടോ? എൻ്റെ ഒരു മറ്റേതെന്ന് വെച്ചാൽ ഒരു 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, അതായത് 80 ക്വസ്റ്റ്യനെങ്കിലും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ മൈൻഡ്. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം പറ്റുന്നോ അല്ലെങ്കിൽ ഇതാണെന്ന് അറിയില്ല. പക്ഷേ പരമാവധി 80 ക്വസ്റ്റ്യൻ്റെ അടുത്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റണം. ശരി, അപ്പോൾ എന്തായാലും നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് അഖിലിൻ്റെ അടുത്ത് ഒന്നും കൂടെ നമുക്ക് റിവ്യൂ ചോദിക്കാം. അപ്പോൾ ബെസ്റ്റ് വിഷസ്, ഉഷാറായിട്ട് പരീക്ഷ എഴുതാം. ഇപ്പോൾ 5 ഇയർ LLB എൻട്രൻസ് എഴുതി കഴിഞ്ഞ് വന്ന ആയിരുന്നത് നമ്മുടെ ഒപ്പം, നമുക്ക് ആയിരുന്നതിൻ്റെ അടുത്ത് ചോദിക്കാം, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ലീഗൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇംഗ്ലീഷ് കുറച്ച് ടഫായി. ഇംഗ്ലീഷ് ഏത് ഭാഗത്തുനിന്ന് നിങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഇംഗ്ലീഷ് മറ്റേ മീനിങ്സ് ഇതൊക്കെ തന്നെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചില പ്രൊപ്പോസിഷൻ ഇതൊക്കെ ആക്റ്റീവും പാസീവും തന്നെ ചോദിച്ചിട്ട് ഒക്കെ സാധനങ്ങളൊക്കെ പഠിച്ചത് തന്നെയായിരുന്നു. ബട്ട് കുറേ ഒന്നും ഇംഗ്ലീഷ് കുറേ മീനിങ് എനിക്ക് അറിയാത്ത കുറേ വന്നപ്പോൾ ഞാനത് വിട്ടു, ക്യാൻസൽ ചെയ്തു. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഉണ്ട്, GK ഉണ്ട്. GKയും കറണ്ട് അഫയേഴ്സും എളുപ്പമായിരുന്നു. മാത്സ് ചോദ്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? മാത്സും കുഴപ്പമുണ്ടായിരുന്നില്ല. മാത്സ് ഒക്കെ എല്ലാം വന്നിരുന്നു, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു പ്രൊഫഷൻ, ഇങ്ങനെ ഒരു LLB എന്ന് പറയുന്ന പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താണ്? ലീഗൽ ഭാഗത്തോടുള്ള ഒരു താല്പര്യം കൊണ്ട്, ലോ എന്നുള്ളൊരു കോൺസെപ്റ്റിനോടുള്ള താല്പര്യം, ഭയങ്കര താല്പര്യം. ഓക്കെ, ഇതിപ്പോൾ എഴുതി ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ ആയിരുന്നത് എവിടെ പഠിക്കാനാണ് ആഗ്രഹം? തൃശ്ശൂർ ലോ കോളേജിൽ കിട്ടിയ അവിടെ പഠിക്കും. അപ്പം നമ്മുടെ ഒപ്പം കൈപ്പമംഗലത്ത് നിന്ന് ഇപ്പോൾ 5 ഇയർ LLB എൻട്രൻസ് എഴുതി കഴിഞ്ഞ് ഇറങ്ങിയ അനഘയുണ്ട്. അപ്പം നമുക്ക് അനഘയുടെ അടുത്ത് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? എങ്ങനെയാണെന്ന് ചോദിച്ചു. എക്സാം കുഴപ്പമുണ്ടായില്ല, നോർമലായിരുന്നു. ഓൾമോസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. കുറച്ചുകൂടെ ഇപ്പോൾ ഇത്തിരി കൂടെ നന്നായിട്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എങ്ങനെ ഒരു ആവറേജ് ആണോ, എബോ ആവറേജ് ആണോ, ടഫ് ആണോ, വളരെ സിമ്പിൾ ആണോ? ആവറേജും എബോ ആവറേജിന്റെ മിഡിലായിട്ട് വരും. ലീഗൽ ഭാഗത്ത് നിന്ന് ഇവിടെ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ വർഷത്തെ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എത്തുന്നത്. BNS ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. BNS കുറവായിരുന്നു. എന്നാലും ഉണ്ടായിരുന്നു. കോൺട്രാക്റ്റും ടോർട്ടിനൊക്കെ എങ്ങനെയായിരുന്നു ചോദ്യങ്ങൾ? കോൺട്രാക്ട് കുറച്ച്. ഓക്കെ, അപ്പോൾ എത്ര എണ്ണം ലീഗൽ ഭാഗം എത്ര എണ്ണം അനഘ അറ്റൻഡ് ചെയ്തു? ലീഗൽ 32 അറ്റൻഡ് ചെയ്തു. 32 അറ്റൻഡ് ചെയ്തു. എത്ര സ്കോർ പ്രതീക്ഷിക്കുന്നു ഈ ഒരു എക്സാമിന്? 77 അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അതിൽ നിന്ന് ഏകദേശം 70 അബോ ശരിയാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് LLB ലീഗൽ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്? അതാ പ്രൊഫഷനോട് ഇഷ്ടമായതുകൊണ്ട്, ലീഗൽ ലോ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ സൊസൈറ്റിയിൽ ഇപ്പോൾ എത്ര ലോ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും നടക്കണില്ല. അപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല അതൊക്കെ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട്.
ഇത് ക്രാക്ക് ചെയ്ത് കിട്ടുകയാണെങ്കിൽ എവിടെ പഠിക്കാനാണ് എനിക്ക് ആഗ്രഹം? ഗവൺമെന്റ് കോളേജിൽ. എവിടെ, ഏത് ഗവൺമെന്റ് കോളേജിൽ പഠിക്കാനാണ് ആഗ്രഹം? എറണാകുളം ഗവൺമെന്റ് കോളേജ്. എറണാകുളത്ത് പഠിക്കാനാണ് ആഗ്രഹം. അപ്പോൾ എറണാകുളം ലോ കോളേജിലേക്ക് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് വിഷസ്, എന്തായാലും ആഗ്രഹിച്ച പോലെ തന്നെ പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇപ്പം 3 ഇയർ LLB എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ ശ്രീനിധി നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ശ്രീനിധിയോട് ചോദിക്കാം, ശ്രീനിധി എന്തുകൊണ്ട് ഈ ഒരു പ്രൊഫഷൻ LLB എന്ന് പറയുന്ന പ്രൊഫഷൻ എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു? ആക്ച്വലി ഞാൻ UPSCക്ക് വേണ്ടി ട്രൈ ചെയ്യാന്നുള്ള ഇതിലാണ്. UPSC ആസ്പിരൻ്റ് ആണ്. അതെ അതെ. അപ്പോൾ തൽക്കാലം ഒരു ബ്രേക്ക് എടുത്ത് ഓക്കെ. പിന്നെ ഒരു LLBയോട് ഒരു താല്പര്യം തോന്നി. ഓക്കെ. അപ്പോൾ അതും കണ്ടിന്യൂ ചെയ്യാൻ പ്രിപ്പറേഷൻ എന്നുള്ളതായിരുന്നു. ഇതിലൂടെ പഠിച്ചുകൊണ്ടൊപ്പം തന്നെ UPSCയും പ്രിപ്പയർ ചെയ്യാനുള്ള ഇതാണ്. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? UPSC പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് ഇത് വലിയൊരു ഡീലായിട്ട് പറ്റില്ലെന്ന് തോന്നുന്നു എനിക്ക്. ഇല്ല, എനിക്ക് ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു. എത്ര പൊതുവെ ക്വസ്റ്റ്യൻ? ചോദിച്ചപ്പോഴും എളുപ്പമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എന്താ മീൻസ് എങ്ങനെയാണ്? ഒരു ആവറേജ് പേപ്പറാണോ അതോ ടഫ് ആണോ ഈസി ആണോ? ഈസി ടു ആവറേജ്. ഈസി ടു ആവറേജ് ആണ്. ഇവിടെ ഒരു മിനിറ്റ് കേട്ടോ, ഇതൊരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് ആണ് പറയുന്നത്. സോ ഓക്കെ, എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു? ഞാനൊരു 80 above. 80 above ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. ഷുവറായിട്ട്. ഷുവറായിട്ട് 80 above ഷുവറായിട്ട് കിട്ടും. റിവ്യൂ ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ ചെയ്യാം. മാർക്ക് റിവ്യൂ ചെയ്യാം. ഈ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്ത് കിട്ടണേ എവിടെ പഠിക്കാനാണ് താല്പര്യം? കാരണം ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് എൻ്റെ നാട്. അപ്പോൾ അവിടെ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുക എന്നുള്ള കാര്യമാണ്. ഈ ഒരു പ്രൊഫഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു പ്രൊഫഷൻ തുടരാനാണോ താല്പര്യം, അതോ സിവിൽ സർവീസ്? തുടരാൻ താല്പര്യമുണ്ട്. പക്ഷേ സിവിൽ സർവീസ് കിട്ടുകയാണെങ്കിൽ, കാരണം അത് അൺപ്രഡിക്റ്റബിൾ ആണ്, കിട്ടുമില്ലെന്ന് ഉറപ്പില്ല. അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് സിവിൽ സർവീസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു സിവിൽ സർവീസ് ആസ്പിരൻ്റ് ഉണ്ട്. ഭാവിയിൽ നമുക്കൊരു കളക്ടർ ഓഫീസിലോ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക IPS ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാ വിശ്വാസം എൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ നമ്മുടെ ഒപ്പം ഇപ്പോൾ 5 ഇയർ LLB എൻട്രൻസ് എഴുതി ഇറങ്ങിയ ഫ്രാൻസിസ് ചേട്ടനും ദേവസൂര്യ ഉണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം, പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? പരീക്ഷ പൊതുവെ എളുപ്പമായിരുന്നു. 97 അറ്റൻഡ് ചെയ്യാൻ പറ്റി. 97 അറ്റൻഡ് ചെയ്തു. 97 അറ്റൻഡ് ചെയ്യാൻ. അതിൽ എത്രയാണ് കറക്റ്റ് ആൻസർ പ്രതീക്ഷിക്കുന്നുണ്ട്? പ്രതീക്ഷിക്കുന്നത് ഒരു എന്തായാലും ഒരു 50 മേലെ കിട്ടുന്ന വിചാരിക്കുന്നു. എങ്ങനെയായിരുന്നു ലീഗൽ ഭാഗങ്ങൾ? ഏത് ഭാഗത്താണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കുറവായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് സിമ്പിളായിരുന്നു പൊതുവെ. ലീഗൽ ഭാഗത്ത് BNS അവിടെ നിന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. BNS ചില ചോദ്യങ്ങളായിരുന്നു. പെരിഫറൽ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അതായത് ഭാരതീയ നാഗരിക സംഹിതയുടെ അതെന്തായിരുന്നു, ഏതിന് പകരമാണ് കൊണ്ടുവന്നത്, BNS ഏത് ലോയ്ക്ക് പകരമായിട്ടാണ് കൊണ്ടുവന്നത്. എന്തുകൊണ്ട് ഈ ഒരു ലീഗൽ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താണ്? നമ്മൾ രാജ്യത്തെ നിയമവും കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അപ്പോൾ ഞാൻ റിട്ടയർ ചെയ്ത ഒരാളാണ്. എന്നാലും ഞാനത് എനിക്ക് എൻ്റെ ലൈഫ് സ്പാനിൽ അത് അറിഞ്ഞു പോകാന്നുള്ളതൊരു ആവശ്യമാണ്. പിന്നെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണല്ലോ. കുറേ കാര്യങ്ങൾ നമ്മൾ ലോകത്തുള്ളത് അറിയും. അതാണ് ഈ ലീഗൽ പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകത. ദേവസൂര്യ എങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ രീതിയിലായിരുന്നു പരീക്ഷ? അല്ലെങ്കിൽ നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാമല്ലോ, പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വലിയ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടില്ല അവർ. ആർട്ടിക്കിളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വന്നിട്ടുള്ളൂ. പിന്നെ അതുപോലെ ലീഗൽ പിന്നെ എവിടെ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു? ലീഗലിൽ നിന്ന് വലിയ ക്വസ്റ്റ്യൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ ഈ ഓരോ എക്സിക്യൂട്ടീവ് അങ്ങനെ കുറേ വേറെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ കോൺട്രാക്റ്റും ടോട്ടൊന്നൊക്കെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതും കുറവായിരുന്നു. കൂടുതലും ജനറൽ നോളജ് വരെ എളുപ്പമായിരുന്നു. ഇംഗ്ലീഷ് ഭാഗം എങ്ങനെയായിരുന്നു? ഇംഗ്ലീഷ് കുറേ ക്വസ്റ്റ്യൻസ് അറിയായിരുന്നു. പക്ഷേ ചില സമയത്ത് നമുക്ക് ചിലത് അറിഞ്ഞിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ഇത് ഉണ്ടാവുമല്ലോ. അതിന് നമുക്കറിയാം 15 മാത്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 15 മാത്സ് ക്വസ്റ്റ്യൻസ് എത്രയാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്? അതിലൊരു 7-8 ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു? സിമ്പിളായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊക്കെ അറ്റൻഡ് ചെയ്യാൻ കുറച്ചെങ്കിലും ചെയ്യാൻ പറ്റിയത്. ഈ എൻട്രൻസ് എഴുതി ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ എവിടെ പഠിക്കാനാണ് ദേവസൂര്യക്ക് ആഗ്രഹം? എനിക്ക് തൃശ്ശൂർ പഠിക്കുന്ന ആഗ്രഹം. അത് അടുത്താണ്, അപ്പോൾ എളുപ്പമാണ് പോരാൻ. പിന്നെ ചേട്ടനോട് പഠിക്കാൻ എനിക്ക് തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ രണ്ടുപേരും തൃശ്ശൂർ ലോ കോളേജിൽ പഠിക്കാനാണ് ആഗ്രഹം. അപ്പോൾ ഈ റിവ്യൂ തന്നതിന് താങ്ക്സ്. ഓക്കെ, സോ 2026 5 ഇയർ LLB എൻട്രൻസ് കഴിഞ്ഞു. അപ്പോൾ എൻട്രൻസ് കഴിഞ്ഞിറങ്ങിയ കുട്ടികളായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ കുട്ടികളായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താ വെച്ചാൽ, എക്സാം വല്ലാണ്ട് ടഫും അല്ല വല്ലാണ്ട് ഈസിയും അല്ല. ഒരു എബോവ് ആവറേജ് ടൈപ്പ് പേപ്പർ, അത്യാവശ്യം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ എക്സാം ഈസ് ഓവർ. ഇനിയും അനാവശ്യ തോട്ട്സോ ഓവർ തിങ്കിങ്ങോ ഒന്നും തന്നെ വേണ്ട. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എല്ലാം നിങ്ങൾ ചെയ്തു, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് കൊടുത്തു. ഫിംഗേഴ്സ് ക്രോസ്ഡ്, വെയിറ്റ് ഫോർ ദ റിസൾട്ട്. ഒരു 2 to 3 വീക്സിനുള്ളിൽ നമ്മുടെ റിസൾട്ട് വരേണ്ടതാണ്. നമുക്ക് എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു റിവ്യൂവിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ഫോർ ദ കണ്ടന്റ്.
അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗൈസ് താങ്ക് യു.